Hey guys, welcome back to TTM Voice. അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പെട്ടെന്ന് വീഡിയോ വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല ഇന്നത്തെ വീഡിയോക്ക് പ്രത്യേകമുണ്ട്. ഇന്ന് നമ്മൾ ഷോർട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. പെട്ടെന്നുള്ളൊരു വെറൈറ്റി സംഭവമാണ്. അപ്പോൾ എന്താ വീഡിയോ നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ ഓൾമോസ്റ്റ് ഐഡിയ കിട്ടി കാണും. എന്നാൽ നമ്മൾ ചെയ്യാൻ പോകും നമ്മുടെ ആവശ്യമുള്ള മെയിൻ സാധനം എന്താ നമുക്ക് നോക്കാം. ജസ്റ്റ് കണ്ടല്ലോ ഫ്രണ്ട്സ്, ഇതാണ് വിമ്മിൻ്റെ പൊടിയാണ്. വിമ്മാണോ ടൈഡ് എന്ന് പറയുന്നത് നമ്മുടെ എന്തായാലും സോപ്പ് പൊടിയാണ് ജസ്റ്റ് ഇത്. അപ്പം ഇതുണ്ട്. പിന്നെ നമ്മുടെ ഉള്ളൊരു സംഭവമാണ് നാരങ്ങ. ചെറിയൊരു സംഭവമാണ്, പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി സംഭവമായിട്ട് തോന്നും കണ്ടു കഴിയുമ്പോൾ. അപ്പോൾ എന്താ നോക്കാം. അപ്പോൾ ഇതും വെച്ചൊരു സംഭവമുണ്ട്. പിന്നെ നമ്മുടെ ഉള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കുപ്പി ഗ്ലാസ് ആണ്. കണ്ടല്ലോ ഫ്രണ്ട്സ്, ഒരു കുപ്പി ഗ്ലാസ് ആണുള്ളത്. അപ്പോൾ ഈ 3 ഐറ്റം വെച്ച് ഒരു ചെറിയ വിധി കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഒരു സംഭവം എടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ ഞാൻ നേരെ വീട്ടിൽ പോയി എടുത്ത് തരുവാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ നമ്മൾ മഞ്ഞപ്പൊടി കലക്കിയ വെള്ളത്തിലേക്ക് കുറച്ച് ഇടാൻ പോകണം. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇടുവാണ്. നല്ല രീതി ഇടട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, എന്തൊക്കെയോ വ്യത്യാസം വരുന്നുണ്ടോ നോക്കിക്കോ. ഓക്കെ, ഞാൻ എന്നിട്ട് ഇത് താഴോട്ട് വെച്ചിട്ടേ ഫുള്ളൊന്ന് കലക്കിയെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, കളർ മാറിയാണ്ടല്ലോ, നല്ല കടും ചുവപ്പായി. ഈ ചുവപ്പ് കാണുമ്പം എന്തോ ഓർമ്മ വരുന്നില്ലേ? നമ്മുടെ കൈ മുറിഞ്ഞുള്ള ചോര കളർ, പക്ക ചോരയുടെ കളറാണ് ഫ്രണ്ട്സ്. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. തേണ്ട് ഫ്രണ്ട്സ്, കണ്ടോ? ഫോക്കസ് നല്ല ചുമല വെള്ളം. നോക്കിയാൽ ഫ്രണ്ട്സ്, ഇതൊരു കെമിക്കൽ റിയാക്ഷൻ നടന്നതാണ്. മഞ്ഞപ്പൊടിയിലേക്ക് ഇതുമായിട്ട് നമ്മുടെ സോപ്പ് പൊടിയുടെ കെമിക്കൽ റിയാക്ഷൻ നടന്നത് ചോര കളർ. അപ്പോൾ ഈ ചോര നമുക്ക് ചോരയാണ് പേടിപ്പിക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് ആരിലൊക്കെ പേടിപ്പിക്കാനും പ്രാങ്ക് ചെയ്യാനും ഒക്കെ പറ്റിയ സാധനമാണ് കേട്ടോ ഇത്. കണ്ടോ, കണ്ടാൽ കറക്റ്റ് ചോര എന്ന് പറയത്തുള്ളൂ, ചോര വെള്ളം. ഓക്കെ, അപ്പം മഞ്ഞപ്പൊടിയും സോപ്പ് പൊടിയുടെ വന്നപ്പം കണ്ടല്ലോ ഫ്രണ്ട്സ്, ഇതാണ് സംഭവം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളത് കലക്കിയൊരു സ്പൂണാണ് കേട്ടോ. ജസ്റ്റ് ആ സ്പൂൺ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിയപ്പം കറക്റ്റ് നമ്മുടെ ബ്ലഡിൻ്റെ അതേ കളർ ഫ്രണ്ട്സ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി. അപ്പോൾ അവിടെ നമ്മൾ പണിക്കാരുണ്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അവരിത് കണ്ടു. കുറച്ച് ഞാൻ താഴെ ഒഴിച്ചായിരുന്നേ. അപ്പോൾ ഒരു കണ്ടപ്പോൾ എന്ത് പറ്റി, ചോര പറ്റി, ആശുപത്രി പോകണമെന്നൊക്കെ ചോദിച്ച് അവർ ഭയങ്കര പേടിച്ചൊക്കെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്ത് എക്സ്പെരിമെൻ്റ് ആ സംഭവം. അവരപ്പോൾ ഈ ഒരു സംഭവം പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. കാരണം മഞ്ഞപ്പൊടിയും സോപ്പ് പൊടിയുടെ വന്നപ്പം ചോര കളർ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരെ മഞ്ഞപ്പൊടിക്കകത്ത് സോപ്പ് പൊടി ഇട്ടപ്പോൾ അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് ഇട്ടപ്പോൾ ഉള്ള വ്യത്യാസം നിങ്ങൾ കണ്ടല്ലോ, ബ്ലഡിൻ്റെ കളറുള്ള സാധനം കിട്ടി. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച നാരങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് ഇതിൻ്റെ അത് ഒഴിച്ച് നോക്കുവാണ്. അപ്പോൾ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് നാരങ്ങ ഒഴിക്കാൻ പോണേ. യെസ്, നല്ല രീതിയിൽ ഒഴിക്കണേ. എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾ കണ്ടറിയാം. ഞാൻ ഒന്ന് കലക്കാവേ, അപ്പം മാറ്റം വരും, ശരിക്കും മാറ്റം വരും. യെസ്, മാറട്ടെ. കളർ മാറുന്നുണ്ട് ഫ്രണ്ട്സ്, നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. കളർ മാറുന്നില്ലല്ലോ. വേറെ ഒരെണ്ണോടുണ്ട്, അതുകൂടെ നമുക്ക് ഒഴിച്ച് നോക്കാം. കാരണം കളർ അങ്ങോട്ട് മാറുന്നില്ല. യെസ്, ഏകദേശം കളർ മാറിയിട്ടുണ്ട്. നോക്കിയാൽ ഫ്രണ്ട്സ്, ഇപ്പോൾ ഏകദേശം ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ടേ. ആ കടും ചുമല കളർ മാറി ഒരു മഞ്ഞ ഷേപ്പ്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇതേ നോക്കുമ്പോൾ അറിയാം. അകത്ത് ഫുള്ള് മഞ്ഞ മാറിയിട്ടില്ല. അതുകൊണ്ട് ഈ മണ്ടവശത്തൊക്കെ മഞ്ഞ വന്നിട്ടുണ്ട്. അകത്തോട്ട് വല്ലതും മഞ്ഞ വത്തില്ല. എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡിറ്റർജൻറ്റ് ഒഴിച്ചു കേട്ടോ, നല്ല രീതിയിൽ ഒഴിച്ചു. അതുകൊണ്ട് അതൊന്നും അത്രയും മഞ്ഞയാകത്ത. പക്ഷേ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് ഫുള്ള് മഞ്ഞയായി. അപ്പോൾ നമ്മുടെ ഈ സാധനം കൂടി ശരിക്കും വർക്കൗട്ടായില്ല. പക്ഷെ മറ്റേത് ബ്ലഡിൻ്റെ കളർ പക്ക കേട്ടോ. ഏകദേശം മഞ്ഞ നിങ്ങൾക്ക് വീഡിയോ കൂടെ കാണുമ്പോൾ ജസ്റ്റ് മനസ്സിലാവുമെന്ന് അറിയാൻ വയ്യ. മഞ്ഞ ഫുള്ള് ചുമലയായിരിക്കും. പക്ഷേ ഈ ടോപ്പിൽ കുറച്ച് പോർഷൻ മഞ്ഞ കളറായിട്ടുണ്ട്, ബാക്കിയെല്ലാം ചുമല തന്നെയാണ്. അപ്പം ഇതാണ് നമ്മുടെ എക്സ്പ്ലെയിൻ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊരു കളർ മാറുന്നൊരു എക്സ്പ്ലെയിൻ വീഡിയോ ആയിരുന്നു. നമ്മുടെ ചുറ്റടുത്തുള്ള ഡിറ്റർജൻ്റ് ആയാലും നാരങ്ങ ആയാലും മഞ്ഞപ്പൊടിയുടെ മഞ്ഞ കളർ നമ്മൾ ചുമലയാക്കി. പക്ഷേ ചുമല പിന്നെ ഓറഞ്ച് ആക്കാൻ നോക്കുന്നത് നടന്നില്ല കേട്ടോ. കാരണം ഈ നാരങ്ങ ഇട്ട് കഴിയുമ്പോൾ ഓറഞ്ച് കളർ ആകേണ്ടതാണ്. പക്ഷേ ആയില്ല, ഫുള്ളായില്ല, കുറച്ചൊക്കെ ആയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ പേര് വിഷ്ണു, TTM വോയിസിൽ നിന്ന്. നമുക്കപ്പോൾ നേരെ മഞ്ഞപ്പൊടി എടുത്തിട്ടോ. വിഷ്ണുവേ, നീ എന്തോ മണ്ടത്തരമാണ്.